എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സത്യമാണ് ദൈവികത, അവൻ്റെ പൂർണ്ണ സ്വഭാവത്തിൻ്റെ പ്രതിഫലനം. കൊലോസ്യർ 2:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവികതയെ ഉൾക്കൊള്ളുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, ജ്ഞാനം, ശക്തി എന്നിവ പ്രദർശിപ്പിക്കുന്നു. ദൈവികതയെക്കുറിച്ചുള്ള ആശയത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഗുണം മാത്രമല്ല, മനുഷ്യവർഗത്തിനുള്ള ഒരു സമ്മാനവുമാണെന്ന് നമുക്ക് കണ്ടെത്താനാകും. 2 പത്രോസ് 1:4 അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ടു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ദൈവത്വത്തിൽ പങ്കുചേരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്വം വെറും ഒരു സങ്കല്പമല്ല, അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനം 82:6 പറയുന്നത് പോലെ, നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ദൈവത്തിന്റെ ദൈവത്വത്തെ പ്രതിനിധീകരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 10:34-35 യേശു സങ്കീർത്തനം 82:6 ഉദ്ധരിച്ച് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ദൈവിക സ്വഭാവത്തെ ഊന്നി പറയുന്നു. ഈ ദിവ്യബന്ധം ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അവൻ്റെ ആത്മാവിൽ ഫലം കായ്ക്കുന്നു. നാം ദൈവത്വത്തിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, കൃപ എന്നിവ ഉൾക്കൊള്ളുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:8 സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ എന്നെഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിലൂടെ പ്രകടമാകുന്ന മനുഷ്യത്വത്തോടുള്ള അവൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ ദിവ്യത്വം പ്രതിഫലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവികതയെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ്റെ ദിവ്യ സ്വഭാവം നമ്മെ നയിക്കട്ടെ. അവനെ ബഹുമാനിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ നാം പ്രത്യാശയുടെ ദീപസ്തംഭങ്ങളായി മാറുന്നു. അത് അത്യന്തം ആവശ്യമുള്ള ഒരു ലോകത്തിൽ അവൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു. ഉപസംഹാരമായി, ദൈവികത വെറുമൊരു ദൈവശാസ്ത്ര സങ്കല്പമല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആവശ്യമുള്ള ഒരു ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം, ജ്ഞാനം, ശക്തി എന്നിവ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവിക സ്വഭാവത്തിൽ നടക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.